ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ആംഗ്ലോ മൈസൂർ വാർസ്. അപ്പം വൂഡിയർ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിയാണ് മൈസൂർ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈദരാലി ഒരു ഫ്രഞ്ച് എന്താ പറയുക ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ഹൈദരാലി ഒരു മിലിറ്ററി സെറ്റപ്പ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കുന്നതും. അപ്പം ഹൈദരാലിയാണ് ആംഗ്ലോ മൈസൂർ വാറിൽ ആദ്യത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൻ്റെ പകുതി വരെയും ഹൈദരാലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്ര ആംഗ്ലോ മൈസൂർ വാർസ് ഉണ്ടായത്? 4 ആംഗ്ലോ മൈസൂർ വാർസാണ്. ഫസ്റ്റ് 1767 to 69 ആണ്. ഔട്ട് ഓഫ് ദർ ഈസി സക്സസ് ഇൻ ബംഗാൾ, ഇംഗ്ലീഷ് വർ കോൺഫിഡൻറ്റ് ഓഫ് ദ മിലിറ്ററി സ്ട്രെങ്ത്. ഇംഗ്ലീഷ് എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ബംഗാളിൽ പ്ലാസി കഴിഞ്ഞു, അതുപോലെ തന്നെ ബക്സർ കഴിഞ്ഞു, അവർക്ക് മിലിറ്ററി സ്ട്രെങ്ത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഹൈദരാലിൻ്റെ മിലിറ്ററി ഫോഴ്സ് എന്ന് പറയുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് ആയിരുന്നു. മാത്രമല്ല സർപ്രൈസസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ആയിരുന്നു ഹൈദരാലിൻ്റെ. അതുകൊണ്ട് ആദ്യത്തെ എന്താ പറയുക വാർ, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്നത് തീർന്നത് ട്രീറ്റി ഓഫ് മദ്രാസിലാണ് 1769. 1767 to 69 ആണ് ട്രീറ്റി ഓഫ് മദ്രാസിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കൊരു ഡിഫീറ്റായിരുന്നു. ദറ്റ് വാസ് എ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് ഫോർ ദ ബ്രിട്ടീഷ്. അപ്പോൾ സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറഞ്ഞാൽ 1780 to 84 ആണ്. ഇതിൽ തന്നെ പല കാര്യത്തിലും എന്താണ് ഹൈദരാലി അക്യൂസ് ദ ഇംഗ്ലീഷ് ഓഫ് ബ്രീച്ച് ഓഫ് ഫെയ്ത്ത് ആൻഡ് നോൺ ഒബ്സർവൻസ് ഓഫ് ട്രീറ്റി ഓഫ് മദ്രാസ്. അപ്പോൾ ട്രീറ്റി ഓഫ് മദ്രാസ് ബ്രിട്ടീഷുകാർ പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ 1780 to 84 തുടങ്ങുന്നത്. അപ്പം ഇതിൽ തന്നെ അവസാനം 1782 ഹൈദരാലി മരിക്കും. ടിപ്പു സുൽത്താൻ അതിൻ്റെ ചാർജ് ഏറ്റെടുക്കും. പക്ഷേ ഇത് ഒരിക്കലും തീരാതെ, അതായത് ഇതിങ്ങനെ വാർ തീരാതെ രണ്ട് സൈഡിലും കൺക്ലൂഷൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഏത് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ സൈൻ ചെയ്യുന്നത്. കാരണം ഹൈദരാലി ഡൈഡ് ഔട്ട് ഓഫ് ക്യാൻസർ ഓൺ December 7, 1782. Now his son Tipu Sultan carried on the war for 1 year without any positive outcome. രണ്ട് സൈഡിലും പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടൊന്നും നടക്കുന്നില്ല വാറിൽ. അതുകൊണ്ട് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ 1784 കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. തേർഡ് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട് അറോസ് ബിറ്റ്വീൻ ടിപ്പു ആൻഡ് സ്റ്റേറ്റ് ഓഫ് ട്രാവങ്കൂറും ടിപ്പുമായിട്ടൊരു ചെറിയ പ്രശ്നം വന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇടപെട്ടപ്പോൾ എന്ത് പറ്റി? ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയായി. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ താരതമ്യേന ക്ഷയിച്ച് വരികയായിരുന്നു ഇത് ടിപ്പുവിൻ്റെ മൈസൂർ എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ബാറ്റിൽ ട്രാവങ്കൂറിന് ചൊല്ലിയുണ്ടായ തേർഡ് ബാറ്റിൽ എന്ത് പറ്റി? ടിപ്പുവിനെ അടിച്ചമർത്താൻ ആർക്ക് പറ്റി? നമ്മുടെ ഈ ബ്രിട്ടീഷുകാർക്ക് പറ്റി. അപ്പോൾ എന്ത് പറ്റി? കാരണം ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം സൈൻ ചെയ്തു. പക്ഷേ അത് ഭയങ്കര മോശം ട്രീറ്റ് ആയിരുന്നു ആർക്ക്? മൈസൂരിൻ്റെ റൂളറായിട്ട് ടിപ്പു സുൽത്താൻ. കാരണം ഒരുപാട് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. മാത്രമല്ല ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണത്തിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് മൈസൂർ കിങ്ഡത്തിന് എന്ത് പറ്റി? മൈസൂർ കിങ്ഡത്തിൻ്റെ മുകളിൽ ചുമത്തുകയും ചെയ്തു. അപ്പോൾ ടിപ്പൂസ് 2 sons were taken to as hostages by English. കണ്ടില്ലേ? അപ്പോൾ 2 പേരെ ഹോസ്റ്റേജസ് ആയിട്ട്, 2 ആൺകുട്ടികളെ ടിപ്പുവിൻ്റെ മക്കളെ ഹോസ്റ്റേജസ് ആയിട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ സ്വാഭാവികമായിട്ടും അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും? തേർഡ് ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ഡിഫീറ്റിനുണ്ടായ പ്രശ്നങ്ങളെ ചൊല്ലിയാണ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. അതൊരു വെഞ്ചിയൻസ് ആണ്, അതൊരു പകതീർക്കൽ പോലെയാണ് ഫോർത്ത്. പിന്നെ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ടിപ്പു സുൽത്താൻ വാസ് യൂസ്ഡ് ദ പീരിയഡ് 1792 to റീകോപ്പ് ദർ ലോസ്. അതായത് എല്ലാതരം നഷ്ടങ്ങളെയും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള റീകോപ്പ് ദർ ലോസസ് എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ആയിരുന്നു 1792 to 1799. 1799 ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ ഉണ്ടായിരുന്നത്. ഇതാണ് അവസാനത്തെ ആംഗ്ലോ മൈസൂർ വാർ. ഇതിൽ ആരാണ് മരിച്ചു വന്നത്? ടിപ്പു മരിച്ചു പോവുകയും ഇതിന് ശേഷം മൈസൂരിന് എന്ത് പറ്റും? മൈസൂർ സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞ് ഒരു പോളിസിയിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ഒരു മിലിറ്ററി അലയൻസ് ആണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ മൈസൂറിൻ്റെ 1767 to 69 ഒരു ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. അതിന് ഹൈദരാലി ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ തോറ്റുപോയ വാറാണ്, ട്രീറ്റി ഓഫ് മദ്രാസാണ്. 1780 to 84 ആണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ. അതിൽ 1782 ഹൈദരാലി മരിച്ചു പോകും, ടിപ്പു സുൽത്താൻ ചാർജ് ചെയ്തെടുക്കുകയും ചെയ്യും. 1784 ട്രീറ്റി ഓഫ് മാംഗ്ലൂർ. പിന്നെ 1790 to 92 ആണ് മൂന്നാമത്തത്. അത് ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ ചൊല്ലിയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതിൽ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണമാണ്. ഫോർത്തിൽ ടിപ്പു മരിക്കുകയാണ് 1799. അപ്പോൾ ഫോർത്തിൽ മരിച്ചതിന് ശേഷം എന്താണ്? സബ്സിഡറി അലയൻസ് ഒപ്പിടുന്ന അതാരാണ്? മൈസൂർ സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷ് അധീനതയിലാവുകയാണ് സബ്സിഡറി അലയൻസ് ഒപ്പിട്ടതുകൂടി. ഇതാണ് എന്താ പറയുക ടിപ്പുവും അതുപോലെ തന്നെ മൈസൂർ വാർസുമായി ബന്ധപ്പെട്ട ആംഗ്ലോ മൈസൂർ വാറുമായി ബന്ധപ്പെട്ടത്. ടിപ്പു ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള റൂളറായിരുന്നു. ഫ്രഞ്ച് ഫോഴ്സസുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു റിഫ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്നത്. ജക്കോബിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ഒരു ക്ലബ്ബൊക്കെ ആയിട്ട് മെമ്പർഷിപ്പുള്ള ആളായിരുന്നു ടിപ്പു സുൽത്താൻ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറാത്താസിനെ കുറിച്ച് അത്രയധികം പറയാനില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറാത്താസിനെ കുറിച്ച് പറയാം.